എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഓൾ ഇന്ത്യ തലത്തിലൊരു ലൈസൻസ് എക്സാം എഴുതിയിരുന്നു. ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. എക്സാം വളരെ പ്രയാസമായിരുന്നു. ഞാൻ ആ വിവരം സിസ്റ്ററിനെ വിളിച്ച് പറയണ്ടായി. സിസ്റ്റർ പറഞ്ഞു, ധൈര്യമായിരിക്കുക, ദൈവം നിനക്ക് വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന്. അതേപോലെ തന്നെ കഴിഞ്ഞ മാസം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങളെ ക്ലാസ്സിൽ 34 പേരുണ്ടായിരുന്നു. അതിൽ 10 പേർക്ക് മാത്രമാണ് കിട്ടിയ. അതിൽ ദൈവം എന്നെ ഒരാളാക്കി ഉയർത്തി. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. 3 വർഷമായി വയറുവേദനയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വേദനയുടെ ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ പാടയാണെന്ന് പറഞ്ഞു. അത് ഉടൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് വളരെയധികം കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് 1.5 ആഴ്ച വരെ കൗണ്ട് കൂട്ടാനുള്ള എല്ലാ ചികിത്സകളും ചെയ്തു നോക്കി. യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഒടുക്കം 2 കുപ്പി ബ്ലഡ് അടയ്ക്കുകയും ഓപ്പറേഷൻ കഴിയുകയും ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വളരെയധികം അസുഖം കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ സഭയിൽ ആരാധന കഴിഞ്ഞ് വളരെ വിഷമിച്ച് ഭാരത്തോടു കൂടി ഇറങ്ങിയപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ ആരാധനയിൽ വന്നാൽ എനിക്ക് സൗഖ്യം ലഭിക്കും, ഇനി വലിയ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ടി വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കൂടെ പറയും, നിങ്ങൾക്ക് മരുന്നുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരുമെന്ന് പലപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ ആരാധനയ്ക്ക് വരികയും അങ്ങനെ ഒരു ദിവസം ആരാധനയിൽ പങ്കുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ വളരെ ആത്മീയതയോടുകൂടി വിളിച്ചു പറഞ്ഞു, യൂട്രസ് സംബന്ധമായ അസുഖത്താൽ ഒരു സ്ത്രീ ഓപ്പറേഷന് വേണ്ടി വളരെ ഭാരത്തോടുകൂടി ഇവിടെ ആരാധനയിലായിരിക്കുന്നു. 2 ഡോക്ടർമാർ മാറി ചികിത്സിച്ചിട്ടും ഭേദമില്ലാതെ ഇരിക്കുന്ന ആ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷനൊന്നും വേണ്ടി വരികയില്ല, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച എന്റെ ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടി വിടുതൽ നൽകിയ യേശുവിന് 2 കരങ്ങളും ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ബ്രദറിനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സാക്ഷ്യം എന്റെയും എന്റെ മക്കളെയും എന്റെ ചേച്ചിക്കും വേണ്ടിയാണ്. +2 കഴിഞ്ഞ് എൻ്റെ മക്കളെ എന്ത് പഠിപ്പിക്കണമെന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കെ എനിക്ക് ഒരു നിവൃത്തിയുമില്ല. +2 കഴിഞ്ഞ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഒരു ബ്രദർ വരുവാനിടയായി. ആ ബ്രദർ വന്ന് ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരുകയും അവിടെ പോകുവാൻ വേണ്ടി 1 ലക്ഷം രൂപയാണ്. ഒരു നിവൃത്തിയുമില്ലായിരുന്ന സമയത്ത് ഞാൻ അവിടെ അഡ്മിഷന് വേണ്ടി പോകുന്ന മുമ്പേ തന്നെ ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ സിസ്റ്റർ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 2 പേരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഒരു ബ്രദർ ബാംഗ്ലൂരിൽ നിന്ന് വരുവാനും അഡ്മിഷൻ വാങ്ങിച്ചു തരുവാനും കോളേജിൽ പോകാനും കാശില്ലായിരുന്ന സമയത്ത് ബാങ്കിൽ പോയപ്പോൾ രേഖ വേണമെന്ന് പറഞ്ഞു. രേഖ ഒന്നുമില്ലാതെ തന്നെ 1 ലക്ഷം രൂപ ബാങ്ക് തരുവാനും പിന്നീട് തന്നതിന് ശേഷം അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് രേഖ കൊടുത്തതും. അവിടുന്ന് പഠിത്തത്തിൽ തന്നെ സിസ്റ്ററെ വിളിക്കുമായിരുന്നു. സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, 2 മക്കളെയും ഉന്നത വിജയം നേടുമെന്ന് പറഞ്ഞു. നല്ല മാർക്കോടുകൂടി സെക്കൻഡറി പരീക്ഷയിൽ നേടുവാനും ഇപ്പോൾ 3rd ഇയറിനായി. അടുത്ത സാക്ഷ്യം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. ഒരു പനി വന്നു.
അവിടുന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വളരെ സീരിയസ് ആയി ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടുന്ന് ആംബുലൻസിലേക്ക് മെഡിക്കൽ കോളേജിൽ വിട്ടു. ബ്ലഡിൻ്റെ കൗണ്ട് 4 ലക്ഷം വേണം, 22,000 മാറി. അന്ന് രാത്രി ഞങ്ങൾ മരണ വീട് പോലെ ഞങ്ങളെല്ലാവരും നിലവിളിയായിരുന്നു. ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ ബ്രദർ എടുത്തിട്ട് പറഞ്ഞു, കർത്താവേ ആ മകളെ തൊടണമേ എന്ന് പറഞ്ഞു. ഒരു വാക്കേ പറഞ്ഞുള്ളൂ. ആ സമയത്ത് തന്നെ ഫോൺ വന്നു ഹോസ്പിറ്റലിൽ നിന്ന്, ബ്ലഡിൻ്റെ അക്കൗണ്ട് കൂടി സുഖമായിരിക്കുന്നു. 3-ാം ദിവസം പേര് വെട്ടി വീട്ടിൽ വരികയും ചെയ്തു. അടുത്ത സാക്ഷ്യം എൻ്റെതാണ്. ഞാനൊരു ചെറിയ ലോൺ എടുത്തിരുന്നു. 3 വർഷം ആയപ്പോൾ 3 പേപ്പർ വന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. 4ാമത്തെ പേപ്പർ ജപ്തി നോട്ടീസ് വന്നപ്പോൾ ഞാൻ ഇനി വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ബ്രദർ എടുത്ത് ഞാൻ പറഞ്ഞു, ബ്രദർ എനിക്ക് ലോൺ അടയ്ക്കുവാൻ ഒരു നിവൃത്തിയുമില്ല, 26,000 രൂപ വന്ന് കിടക്കുകയാണ്. ബ്രദർ തലേ ദിവസം രാത്രി വിളിച്ചപ്പോൾ പ്രാർത്ഥിച്ച് പിറ്റേന്ന് ബാങ്കിൽ പോകും. ബ്രദർ പറഞ്ഞ് ഭയപ്പെടേണ്ട, ധൈര്യമായി പോകുകയെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് ബാങ്കിൽ ഞാനും എൻ്റെ ഇളയ മകളുമായി പോയി. അപ്പോൾ എൻ്റെ ഇളയ മകൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പോയപ്പോൾ ഒരുപാട് പേര് ബാങ്കിലുണ്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കരയുന്നു, ഞാനും അതുപോലെ കരഞ്ഞു പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞോടത്തെ ബാങ്കുമാരുടെ മേഡം പറഞ്ഞു, ലോണ് 1000 രൂപ വെച്ച് അടയ്ക്കണം, പലിശയിൽ ഇളവ് തരാമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു വെട്ടിക്കളഞ്ഞു, 4 പേപ്പറും വെട്ടി, ബാങ്ക് ലോണ് തള്ളി. രണ്ടാമത് പറഞ്ഞു മകൾ എന്ത് ചെയ്യുന്നു എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു മകൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മകൾക്ക് പഠിക്കാൻ കൂടി വഴിയൊരുക്കി കൊടുത്തു. കോളേജിൽ ഒരു അഡ്മിഷനും വാങ്ങിച്ചു തന്നു, ബാങ്ക് അക്കൗണ്ടും തുടങ്ങി തന്നു. എൻ്റെ ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയെ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ പേര് സുജ. ഞാൻ കേശവദാസപുരത്താണ് താമസിക്കുന്നത്. എനിക്ക് ഏതാണ്ട് 1 മാസം മുമ്പ് എനിക്ക് കഴുത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് എനിക്ക് ഉമിനീർ ഗ്രന്ഥി വീക്കം വന്ന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു, നല്ല നീരുമൊക്കെ ആയിരുന്നു. ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടത് നിർത്തണം, അതിനി അതൊരു ഓപ്പറേഷൻ ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മരുന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ബ്രദറിൻ്റെ ആരാധന ചൊവ്വാഴ്ച ദിവസം അവിടെ പോളിയോ ഹോമിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങാതെ ഉപവാസത്തോടു കൂടി വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവിടെ വന്ന് ഞാൻ ആരാധനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. ആരാധന കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴത്തേക്ക് എല്ലാവരും ലൈനായിട്ട് നിന്ന് പാസ്റ്ററിൻ്റെ വ്യക്തിഗതമായ പ്രാർത്ഥന സ്വീകരിക്കാറുണ്ട്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ മകളെ ഇപ്പോൾ തന്നെ തൊടണമേ, തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. രാവിലെ ആയപ്പോൾ നേരം വെളുത്തപ്പോൾ ആ നീരും വേദനയൊന്നും അവിടെ കാണാനില്ല. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങയുടെ ദാസനിലൂടെ കർത്താവ് നൽകിയ സൗഖ്യത്തിന് സ്തോത്രവും നന്ദിയും കരയേറ്റുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രാജ. ഞാൻ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എനിക്ക് 2-3 കൊല്ലമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തിൽ ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ശ്വാസകോശം മുഴുവനും കേടായി പോവുകയും അതിനാൽ എനിക്ക് ശ്വാസകോശത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ബ്ലഡ് ഛർദ്ദിച്ച് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ചെയ്തിരുന്നു. അനന്തപുരി ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും അവിടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ശ്വാസകോശം ആകെ ചീത്തയായി കേടായിരിക്കുന്നു, ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഇത് ഓപ്പറേഷൻ ചെയ്യാൻ 5 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. ചെയ്താലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഭാരത്തോടെ ഞാൻ ആശുപത്രിയിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരികയും അവിടെ വെച്ചാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു ചേട്ടനെ കാണുകയും ആ ചേട്ടൻ ഇപ്രകാരം പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നീ എന്ത് വലിയ അസുഖമായാലും ദൈവം തൊട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ആഴ്ചയിലെ 2ാം ശനിയാഴ്ച പ്രാർത്ഥനയിൽ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ നല്ല വിശ്വാസത്തോടെ ഇരിക്കുകയും തുടർന്നുള്ള 6 മാസത്തെ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നുകയും രക്തം ഛർദ്ദിക്കുകയും ഞാൻ സിസ്റ്ററിനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വളരെ ഭാരത്തോടെ ഞാൻ വിളിച്ചിരുന്നു. രാത്രി സിസ്റ്റർ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അനിയന്റെ അസുഖം ഇതാ ദൈവം തൊട്ടു എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ ശ്വാസകോശം ആ സമയം തന്നെ റെഡിയാകുകയും ദൈവം എന്നെ ആ സമയം തന്നെ തൊടുകയും ചെയ്തിരുന്നു. എനിക്ക് തൊട്ട സമയം തന്നെ എനിക്ക് ശരീരത്തിൽ വല്ലാതെ തോന്നുകയും ചെയ്തിരുന്നു. ഞാൻ ഉടനെ തന്നെ ആശുപത്രിയിൽ പോവുകയും സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്തിരുന്നു.
അതായത് ഡോക്ടർ പറഞ്ഞു ശ്വാസകോശം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിരിക്കുന്നു, അനിയന് യാതൊരു പ്രശ്നങ്ങളുമില്ല, അനിയൻ ഒരുപാട് കാലം ജീവിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത്രത്തോളം ദൈവം എനിക്ക് അനുഗ്രഹിച്ചതിന് ഞാൻ ദൈവത്തോട് സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്റെ വിടുതൽ തന്ന യേശുവിന് സ്തോത്രം, എന്റെ യേശുവിന് സ്തോത്രം. യേശുവേ നന്ദി, യേശുവപ്പ നന്ദി. യേശു സ്വാമി, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ പിതാവേ, ആമേൻ. ഇരിക്കാം. സങ്കീർത്തനം 16:11 വചനം. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉമ്മുடைய சமூகத்தில் பரிபூரண ஆனந்தம் உண்டு. In thy presence is fullness of joy. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത ഉണ്ട്. ആമേൻ. രണ്ട് തരത്തിലുള്ള സന്തോഷം ഈ ഭൂമിയിൽ ഉണ്ട്. ഒന്നാമത് സമപ്രസംഗി 2:1 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മായയായ സന്തോഷം, പ്ലസസ് ഓഫ് വാനിറ്റി, മായയായ സന്തോഷം. പണ്ടൊരിക്കൽ സോളമൻ എന്ന് പേരുള്ള രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം താൻ അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ച് പ്രസംഗിൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന പ്രസംഗി 2:10 എന്റെ കണ്ണ് ആഗ്രഹിച്ചത് ഒക്കെയും ഞാൻ അനുഭവിച്ചു, ഞാൻ ഒന്നും വിട്ടുവെച്ചില്ല. ഐ എൻജോയ്ഡ് എവറിത്തിങ്, ഐ എൻജോയ്ഡ് എവറിത്തിങ്. ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെ ഞാൻ എല്ലാം അനുഭവിച്ചു. ഐ എൻജോയ്ഡ് എവറിത്തിങ്. സോളമൻ സേസ് ഐ എൻജോയ്ഡ് എവറിത്തിങ്. എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും ഞാൻ വിലക്കിയില്ല. അതിന്റെ റിസൾട്ട് ഒറ്റ വാക്കിൽ സോളമൻ എഴുതുന്ന വാനിറ്റി, വാനിറ്റി, മായ, മായ. ഞാൻ അനുഭവിച്ചത് ഒക്കെയും മായ, ഞാൻ അനുഭവിച്ച സന്തോഷം ഒക്കെയും മായ, ഒന്നും നിലനിൽക്കുന്നില്ല, എല്ലാം മായ, മായയായ സന്തോഷം. രണ്ടാമത്, ബൈബിളിൻ അടിസ്ഥാനത്തിൽ യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്ന യോഹന്നാൻ 15:11 ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പരിപൂർണ സന്തോഷം. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞാൽ, ദൈവ പൈതലേ, നിനക്കും എനിക്കും ലഭ്യമാകുന്ന സന്തോഷം മായയായ സന്തോഷമല്ല, അത് പരിപൂർണ സന്തോഷം, അത് പരിപൂർണ സന്തോഷം. ആ സന്തോഷം ദൈവദാസൻ സങ്കീർത്തനക്കാരൻ ദാവീദ് വേറൊരു വാക്കിൽ എഴുതുന്നു. സങ്കീർത്തനം 36:8 ആനന്ദ നദി, ആനന്ദ നദി, ദ റിവേഴ്സ് ഓഫ് ജോയ്. എത്ര ദുഃഖം വന്നാലും, എത്ര പ്രയാസം വന്നാലും, നമ്മുടെ നില തടുമാറി പോകുന്ന ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ആനന്ദ നദി നമ്മെ കാത്തുകൊള്ളും.
നമ്മെ സംരക്ഷിക്കും. സങ്കീർത്തനം 36:8 ആനന്ദ നദി, നിത്യ സന്തോഷം, പരിപൂർണ സന്തോഷം. യേശു നൽകുന്ന സന്തോഷം. സന്തോഷം രണ്ട് വകയിൽപ്പെട്ടതാണ്. ഒന്ന് മായയായ സന്തോഷം. ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെ നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ ബലം കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട് നീ എല്ലാം അനുഭവിച്ചാലും മിച്ചം കിട്ടുന്നത് മായ മാത്രം. ഈ ഭൂമിക്ക് അപ്പാർപ്പെട്ട അവസ്ഥയിൽ, ആകാശത്തിന് അപ്പാർപ്പെട്ട അവസ്ഥയിൽ ഒരുത്തനുണ്ട്, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിന്റെ നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ, സർവത്തെയും ഉണ്ടാക്കിയ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം പരിപൂർണ സന്തോഷം. പരിപൂർണ സന്തോഷം. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് മായയായ സന്തോഷം, ദ പ്ലസേഴ്സ് ഓഫ് വാനിറ്റി. നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനായ യോബുവിൻ പുസ്തകം 20-5 എഴുതുന്ന ഈ സന്തോഷത്തിന്റെ പേര് തൽക്കാല സന്തോഷം. ഹല്ലേലൂയ. യോബ് 20:5 പ്രകാരം തൽക്കാല സന്തോഷം. തൽക്കാല സന്തോഷം രണ്ട് കാര്യങ്ങളിൽ ദൈവഭക്തൻ ഉൾപ്പെടുത്തുന്നു. യോബുവിൻ പുസ്തകം 20:5 തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്പർ 1, ദുഷ്ടന്റെ ജയഘോഷം. അത് തൽക്കാല സന്തോഷം. ദുഷ്ടന്റെ ജയഘോഷം അത് തൽക്കാല സന്തോഷം. അത് മായയായ സന്തോഷം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദാനിയേൽ പുസ്തകം 5-ാം അധ്യായത്തിലെ ബെൽസസാർ അപ്പൻ നബുക്കദ്നേസർ ജെറുസലേം ദൈവമന്ദിരത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണം, വെള്ളി, പൂജാപാത്രങ്ങളിൽ മകത്തുകളെ ക്ഷണിച്ചു വരുത്തി വൈപ്പാട്ടികളുമായി വീഞ്ഞ് കുടിച്ച് മത്തനാകുമ്പോൾ ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ വീഞ്ഞിൽ നിറഞ്ഞ് രസിച്ചിരിക്കുമ്പോൾ അല്പസന്തോഷം, തൽക്കാല സന്തോഷം. സ്വർഗത്തിലെ ദൈവം ബെൽസസാറുടെ ദുഷ്ടപ്രവൃത്തി കണ്ട് സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ഭയങ്കര കൈപ്പത്തി ഇറങ്ങി അവന്റെ കൊട്ടാരത്തിന്റെ വെള്ളപൂശിയ ചുവരിൽ ചില അക്ഷരങ്ങൾ എഴുതി. ഇവൻ ഭയപ്പെട്ട്, ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇവന്റെ കാൽ മുട്ടുകൾ ആടിപ്പോയി, ഇവൻ ഉറക്ക നിലവിളിച്ച്. അതിന്റെ അർത്ഥം ഇവന്റെ സന്തോഷം നിന്ന്, ഇവന്റെ കണ്ണിൽ നിറഞ്ഞ സന്തോഷം നിന്ന്, ഇവന്റെ മധ്യത്തിൽ നിറഞ്ഞ മായയായ സന്തോഷം നിന്ന്. അതാണ് യോബ് എഴുതുന്നത് തൽക്കാല സന്തോഷം. അവന്റെ മുഖം വാടിപ്പോയി, അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയി, അവൻ ഉറക്ക നിലവിളിച്ച്, അവൻ ഭയപ്പെട്ട്. ടെമ്പറൽ ജായ്, ദുഷ്ടന്റെ ജയഘോഷം. കർത്താവിന്റെ വിധി അവന്റെ ഭരണകൂടത്തിന് നേരായി ഇറങ്ങി. അവൻ ഓപന്ന് നിലവിളിച്ച്. ദ പ്ലസേഴ്സ് ഓഫ് വാനിറ്റി. കള്ളിൽ കിട്ടുന്ന സന്തോഷം, സിനിമയിൽ കിട്ടുന്ന സന്തോഷം, കൈക്കൂലിയിൽ കിട്ടുന്ന സന്തോഷം, വേശിത്തനത്തിൽ കിട്ടുന്ന സന്തോഷം. ഇറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്, അല്പനേരത്തേക്ക്. യോബുവിന്റെ ഭാഷയിൽ അത് തൽക്കാല സന്തോഷം. യോബുവിൻ പുസ്തകം 20-ാം അധ്യായം 5-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രണ്ടാമത് തൽക്കാല സന്തോഷം വഷളന്റെ സന്തോഷം. ഹല്ലേലൂയ. വഷളന്റെ സന്തോഷം. വഷളൻ പുതിയ നിയമഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 22-ാം വചനത്തിൽ രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് ഹെരോദാവ് ദൈവം സംസാരിക്കുന്നത് പോലെ അവൻ സംസാരിച്ചു. മനുഷ്യൻ സംസാരിക്കുന്നത് പോലല്ല, ദൈവം തന്നെ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് പോലെ അവൻ സംസാരിച്ചു. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കേട്ട് നിന്നവർ, ഇത് ഒരു മനുഷ്യനല്ല സംസാരിക്കുന്നത്,
ഇത് ദൈവമാണ് സംസാരിക്കുന്നത്. ഈസ് നോട്ട് എ മാൻ, ഈസ് എ ഗാഡ് ഹിംസെൽഫ്. ഇറ്റ് ഈസ് ഗാഡ്, ഇറ്റ് ഈസ് എ വോയിസ് ഓഫ് എ ഗാഡ്. ഇത് മനുഷ്യനല്ല സംസാരിക്കുന്നത്, ഇത് ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ ദൈവക്രോധം ഇറങ്ങി, സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവനെ അടിച്ച്. ഷോർട്ട് ലിവ്ഡ് ജോയ്, ഷോർട്ട് ലിവ്ഡ് ജോയ്. അല്പനേരത്തേക്ക് നിന്ന സന്തോഷം, മായയായ സന്തോഷം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അവസാനിക്കുന്നത് അവൻ കൃമിക്ക് ഇരയായി ചെത്ത് അവന്റെ സന്തോഷം നിന്നുപോയി. തൽക്കാല സന്തോഷം, ദുഷ്ടന്റെ ജയഘോഷം, വഷളന്റെ സന്തോഷം. മൂന്നാമത് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സഭാപ്രസംഗി 7-ാം വചനത്തിലെ മൂടന്റെ ചിരി. ഹല്ലേലൂയ. സഭാപ്രസംഗി 7:6 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദ ലാഫർ ഓഫ് എ ഫൂൾ. ദൈവം ഇല്ല എന്ന് പറയുന്നവന്റെ ചിരി, ദൈവത്തോട് വെല്ലുവിളിക്കുന്നവന്റെ ചിരി, കർത്താവിന്റെ അഭിഷക്തനോട് വെല്ലുവിളിക്കുന്നവന്റെ ചിരി. ദ ലാഫർ ഓഫ് എ ഫൂൾ. സഭാപ്രസംഗി 7:6 പ്രകാരം ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 1 ശമൂവേൽ 17-ാം അധ്യായം 16-ാം വചനത്തിലെ യഹോവയാം ദൈവത്തെയും കർത്താവിന്റെ അഭിഷക്തൻ ദാവീദിനെയും ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ട സൗൽ രാജാവിനെയും 6 ലക്ഷം ദൈവമക്കളെയും ഒരുപോലെ പരിഹസിച്ച് വായിലെ ചിരിയുമായി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു മൂടൻ ഗോലിയാത്ത്, അല്പം പോലും ദൈവഭക്തി ഇല്ലാത്തവൻ 40 നാൾ വന്നു വെല്ലുവിളിച്ച്. 1 ശമൂവേൽ 17:16. അത് മൂടന്റെ ചിരി. മൂടന്റെ ചിരി തൽക്കാലത്തേക്കുള്ള. ഇറ്റ് ഈസ് എ ടെമ്പറൽ ജോയ്, ടെമ്പറൽ ജോയ്. 40 ദിവസം 1 ശമൂവേൽ 17-ാം അധ്യായം 16-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 40 ദിവസം മുമ്പോട്ട് വന്നവൻ വെല്ലുവിളിച്ച്. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സദൃശവാക്യം 14:13 മൂടൻ ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കും. ആമേൻ, ഹല്ലേലൂയ. മൂടന്റെ വാ ചിരിക്കും, പക്ഷെ ഹൃദയം ദുഃഖിച്ചിരിക്കും. അതാണ് മായയായ സന്തോഷം, അല്പനേരത്തേക്കുള്ള സന്തോഷം, ദുഷ്ടന്റെ ജയഘോഷം, വഷളന്റെ സന്തോഷം, മൂടന്റെ ചിരി. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കും. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇടപ്രഭുവായ ഹെരോദാവ് അവൻ ജന്മദിനം ആഘോഷിക്കുന്ന നാളിൽ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തന്റെ തലയ്ക്ക് വിലപേശി. ഇത് ഒരു ഭാഗം. ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ സ്നാപക യോഹന്നാന്റെ തലയ്ക്ക് അവൻ വിലപേശി ഒരു ഭാഗം. മറുഭാഗത്തിൽ അടുത്തവന്റെ ഭാര്യ വിലയ്ക്ക് വാങ്ങി അവൻ അടുത്തിരുത്തി സുഖിച്ചു. ഇത് രണ്ടും ചേർന്നപ്പോൾ കർത്താവിന്റെ ക്രോധം അവന്റെ കൊട്ടാരത്തിൽ ഇറങ്ങി. മൂടന്റെ ചിരി, അവന്റെ ജന്മദിനത്തിൽ അവന് ഉണ്ടായിരുന്ന ചിരി, സന്തോഷം, ഈ 2 ദുഷ്ടപ്രവൃത്തിയും ചേർന്നപ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അനന്തരഫലം മത്തായി 14:9 രാജാവോ ദുഃഖിച്ച്. റിസൾട്ട് ദുഃഖമാണ്. ആമേൻ. സന്തോഷത്തിൽ തുടങ്ങിയെങ്കിലും മൂടന്റെ ചിരി അവസാനിക്കുന്നത് ദുഃഖത്തിലാണ്. അതാണ് മായയായ സന്തോഷം, അല്ലെങ്കിൽ മൂടന്റെ ചിരി, ദുഷ്ടന്റെ ജയഘോഷം, വഷളന്റെ സന്തോഷം. 6-ാമത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 6-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തൽക്കാല സന്തോഷം അല്ലെങ്കിൽ മായയായ സന്തോഷം അനീതിയിൽ ഉള്ള സന്തോഷം. അനീതിയിലുള്ള സന്തോഷം. അനീതിയിൽ സന്തോഷിക്കരുതേ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 1 രാജാക്കന്മാർ 21-ാം അധ്യായം രാജാവ് ആഹാബ്, ഭാര്യ മഹാറാണി ഇസബേൽ,
രണ്ടുപേരും ഒരു കൂട്ടായി ചേർന്ന് സാധു മനുഷ്യൻ നാബേദിന് അവിടെ അരൺമനയുടെ അടുത്ത് ഒരു തോട്ടം ഉണ്ടായിരുന്നു. അപ്പന് കൈമാറി, അവന്റെ അപ്പന് കൈമാറി, അങ്ങനെ പിതാക്കന്മാർ എഴുതി കൊടുത്ത വകയാണ് ഈ മുന്തിരിത്തോട്ടം. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദുഷ്ട സ്ത്രീ ജസബേൽ കള്ളപ്രമാണമുണ്ടാക്കി ഈ സാധു മനുഷ്യനെ കല്ലെറിഞ്ഞിക്കൊന്ന് മുന്തിരിത്തോട്ടം കൈവശമാക്കി ചീരത്തോട്ടമായി മാറ്റി. ദൈവത്തിന് പോലും സഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് പോലും ഇവൾ ചെയ്ത ദുഷ്ടത സഹിക്കാൻ പറ്റത്തില്ല. കള്ളപ്രമാണം എഴുതി ഉണ്ടാക്കി സാധു മനുഷ്യനെ വിളിച്ചു വരുത്തി കല്ലെറിഞ്ഞിക്കൊന്ന് ഇവൻ അപ്പൻ എഴുതി കൊടുത്ത മുന്തിരിത്തോട്ടം ഇവൾക്ക് ചീരത്തോട്ടം ഉണ്ടാക്കുവാൻ ഇവൾ കള്ളപ്രമാണം എഴുതി കൈവശമാക്കി. അതിൽ കിട്ടിയ സന്തോഷം, അനീതിയിൽ സന്തോഷം. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 2 രാജാക്കന്മാർ 9 അധ്യായം 30 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് മുഖാന്തരം ഇവൾ സന്തോഷിച്ച് തന്റെ കൊട്ടാരത്തിൻ മേൽമാളികയിൽ ഇരുന്ന് തന്റെ കണ്ണിൽ മഷിയെഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടി നോക്കി സന്തോഷം. അടുത്തവന്റെ പുറയിടം കള്ളപ്രമാണം ചെയ്ത് എടുത്തത് മുഖാന്തരം ഇവൾക്കുണ്ടായ സന്തോഷം. കൺമഷി എഴുതി മിനുക്കി സന്തോഷിച്ചിരുന്നപ്പോൾ ആരോ ഒരുത്തൻ ഇവളെ കൊട്ടാരത്തിന്റെ മേൽമാളികയിൽ നിന്ന് പിടിച്ച് താഴെ തള്ളി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വത്സലന്റെ സന്തോഷം അല്പനേരത്തേക്കേ ഉള്ളു, അല്പനേരത്തേക്കേ ഉള്ളു, കുറച്ച് ദിവസങ്ങൾക്കേ ഉള്ളു. അത് തൽക്കാല സന്തോഷം. അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ എത്ര അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടു കിട്ടിയില്ല. അനീതിയിൽ സന്തോഷിക്കരുതേ, ഫലം ഭയങ്കരമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 24 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ തൽക്കാല ഭോഗം, the passing pleasures of temporal sin, temporal pleasure, temporal joy, the passing pleasures of sin. തൽക്കാല ഭോഗം, പാപത്തിന്റെ തൽക്കാല ഭോഗം, പാപം ചെയ്യുന്നത് മുഖാന്തരം ലഭിക്കുന്ന തൽക്കാല സന്തോഷം. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സിംസോൻ അമ്മയുടെ ഗർഭം മുതൽ നസീറിനായി വേർതിരിക്കപ്പെട്ട ദൈവ പൈതൽ സിംസോൻ. വചനം നമ്മ പഠിപ്പിക്കുന്ന ന്യായാധിപന്മാർ പുസ്തകം 16 അധ്യായം 1, 2, 3 വചനങ്ങളിൽ കാണുവാൻ പാടില്ലാത്തത് അവൻ കണ്ട് അല്പം സന്തോഷമുണ്ടായി. കണ്ട സ്ഥലത്ത് ഇവൻ ചെന്ന് അല്പം കൂടെ സന്തോഷമുണ്ടായി. ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് അമ്മയുടെ ഗർഭം മുതൽ ശുദ്ധീകരണത്തിന് വിളിച്ചു വേർതിരിക്കപ്പെട്ട നസീരനായ സിംസോൻ കണ്ട സ്ഥലത്ത് ചെന്ന സ്ഥലത്ത് കിടന്ന് അല്പം കൂടെ സന്തോഷമുണ്ടായി. പക്ഷെ പ്രിയമുള്ളവരെ, അത് എന്നേക്കുമായി ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു സന്തോഷമായി മാറി. തൽക്കാല സന്തോഷം. ബൈബിൾ അടുത്ത വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗം ദാനമായി നൽകിയ അഭിഷേക ശക്തി അവന്റെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മായായ സന്തോഷത്തിൽ ദൈവപൈതലേ നീ ആശ്രയിക്കരുതേ. 8ാമത്തെ രഹസ്യം ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ലൂക്കോസ് സുവിശേഷം 16 അധ്യായം 19 വചനത്തിൽ ധനവാൻ ലാസർ സംഭവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ധനവാൻ ദിനം പ്രതി സുഖിച്ചു ടെമ്പറൽ ജോയ്. അവനത് മനസ്സിലായില്ല. ഇത് തൽക്കാല സന്തോഷമെന്ന് അവൻ മനസ്സിലാക്കിയതേയില്ല. ടെമ്പറൽ ജോയ്,
എന്നും സുഖിപ്പാണ്, ദിനം പ്രതി സുഖിച്ച്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവനവൻ ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടുന്നതിന് തക്ക രീതിയിൽ ഒരു ശിക്ഷാവിധി ഉണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം, റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൻ പ്രകാരം, യോബുവിൻ പുസ്തകം 4-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 15-ാം വചനത്തിൻ പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ഒരു നാൾ ഉണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ എല്ലാ നാളും അവൻ സുഖിച്ച്, അവൻ സാധുക്കളെ ഓർത്തില്ല, പാവങ്ങളെ ഓർത്തില്ല. ഈ സുഖം, ഈ ഭൂമിയിൽ ഇവന് ലഭിക്കുന്ന സുഖം ടെമ്പറൽ, തൽക്കാലം എന്നവൻ ഓർത്തില്ല. മരണം വന്ന് അവൻ പോയത് യാതനാ സ്ഥലം. ലാസറുവിനെ ദൈവം ദൂതനെ അയച്ച് ആബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയപ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മായയായ സന്തോഷം, വഷളന്റെ സന്തോഷം, ദുഷ്ടന്റെ ജയഘോഷം, അനീതിയിൽ സന്തോഷം അനുഭവിച്ച ഈ ധനവാൻ എത്തിച്ചേർന്നതോ യാതനാസ്ഥലം. അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം അവൻ യാചിക്കുന്ന ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 23-24 വചനങ്ങളിലെ ലാസറിന്റെ വിരലിന്റെ അറ്റത്തിൽ നിന്ന് വീഴുന്ന ഒരു ചൊട്ട് വെള്ളം കൊണ്ട് ദാഹം തീർക്കാൻ അവൻ യാചിച്ചുകൊണ്ടേ നിലവിളിച്ച്. പ്രിയമുള്ളവരെ, മായയായ സന്തോഷത്തിൽ ആശ്രയിക്കരുത്. പകരം പൗലോസ് ജയിലിൽ കിടന്ന് ലേഖനം എഴുതുമ്പോൾ ഒരു മർമ്മം പ്രസ്താവിക്കുന്നു: സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും എഴുതുന്നു. ആരിൽ സന്തോഷിപ്പീൻ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. എല്ലാവരും കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, വചനത്തിൽ എപ്പോഴും സന്തോഷിപ്പീൻ, രക്ഷയിൽ എപ്പോഴും സന്തോഷിപ്പീൻ, അഭിഷേക തീയിൽ നിറഞ്ഞ് എപ്പോഴും സന്തോഷിപ്പീൻ, അന്യഭാഷയിൽ സംസാരിച്ച് എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിനെ സേവിക്കുന്നത് മുഖാന്തരം എപ്പോഴും സന്തോഷിപ്പീൻ, ദൈവത്തെ സാക്ഷീകരിക്കുന്ന മുഖാന്തരം എപ്പോഴും സന്തോഷിപ്പീൻ. അനീതിയിൽ സന്തോഷിക്കരുത്. ഈ ഭൂമിയിൽ ലഭിക്കുന്ന അല്പകാല സുഖത്തിൽ സന്തോഷിക്കരുത്. മായയായ സന്തോഷത്തിൽ സന്തോഷിക്കരുത്. ദുഷ്ടന്റെ ജയഘോഷത്തിൽ ആശ്രയിക്കരുത്. അനീതിയിൽ സന്തോഷിക്കരുത്. കർത്താവിൽ പ്രിയമുള്ളവരെ, സന്തോഷിപ്പീൻ. ആമേൻ, ഹല്ലേലൂയ. സ്വർഗ സന്തോഷം കൊണ്ടാടിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാടിപ്പാൻ, ഇന്നാത്മമാറിക്കൊണ്ട് നിറയ്ക്കണമേ, ഇന്നാത്മമാറിക്കൊണ്ട് ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ഇന്നാത്മമാറിക്കൊണ്ട് നിറയ്ക്കണമേ, ഇന്നാത്മമാറിക്കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജ് ഇന്നു ഇവിടെ, ദൈവത്തിന്റെ തേജ് ഇന്നു ഇവിടെ പ്രകാശിക്ക വേണോ, വെളിച്ചമായി പ്രകാശിക്ക വേണോ. ദൈവത്തിന്റെ തേജ് ഇന്ന് വാ തുറക്കാം.
കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പമ്മി പതുങ്ങി ഇരുന്ന് മന്ദടയിൽ ഇരിക്കരുതിനി. നീ ഇരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലാണ്. കെട്ടുകൾ പൊട്ടട്ടെ, പിറുപിറുപ്പ് മാറട്ടെ. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മായയായ സന്തോഷം വിടുക, വിടുക. കർത്താവിൽ സന്തോഷിക്കുക. ദൈവമേ, മായയായ സന്തോഷം എനിക്ക് വേണ്ട. പരിപൂർണ സന്തോഷത്തിൽ അടിയനെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ. തൽക്കാല സന്തോഷം എനിക്ക് വേണ്ട. ആമേൻ. വഷളന്റെ സന്തോഷം എനിക്ക് വേണ്ട. ദുഷ്ടന്റെ ജയഘോഷം എനിക്ക് വേണ്ട. അനീതിയിലുള്ള സന്തോഷവും എനിക്ക് വേണ്ട. ആമേൻ, ആമേൻ. ഈ ഭൂമിയിലുള്ള തൽക്കാല സന്തോഷം എനിക്ക് വേണ്ട. കർത്താവിൽ സന്തോഷിപ്പാൻ ഭാഗ്യം തരണമേ. ആമേൻ, 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 ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ. വാ തുറക്ക സിസ്റ്റർ, വാ അടച്ച് വയ്ക്കരുത്. വാ തുറന്ന് ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തുക, ഉയർത്തുക. രണ്ട് കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ക്ഷീണം മാറുന്നു, പാപം മാറുന്നു, വേണ്ടന മാറുന്നു, രോഗം മാറുന്നു, മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നതാ. ഹല്ലേലൂയ. ഒരു സിംഹ കുട്ടിയായി, ഒരു സിംഹ കുട്ടിയായി ദൈവത്തെ ആരാധിക്കുക. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ ദൈവയിടലെ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടീ 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 ടീ. അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാൻ വിടാതെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഇതാ പൊട്ടുന്നു. സ്തുതി സ്തോത്രം പറയുവാൻ വിടാതെ, ആത്മാവിൽ സന്തോഷിക്കാൻ വിടാതെ, ആത്മാവിൽ നിറയുവാൻ വിടാതെ, ബുദ്ധിക്കൊണ്ട് പഴയ പഠിത്തം കൊണ്ട് അളന്ന് ദുഷ്ടന്റെ കരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനേക ആത്മാക്കള് ദൈവമിട മോചിക്കുന്നു, കർത്താവിട മോചിക്കുന്നു, ദൈവമിട മോചിക്കുന്നു. ദൈവ പൈതലേ, ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വിടാതെ തടസ്സപ്പെട്ട് കഴിയുന്ന അനേക വ്യക്തികള് കർത്താവിന്റെ കരമിട മോചിക്കുന്നു. ആമേൻ. ബന്ധന കയറുകൾ പൊട്ടുന്നതാ, പൊട്ടുന്നതാ. ആമേൻ, ആമേൻ, ആമേൻ. സ്ലാക്നെസ് ഇൻ ഫെയ്ത്ത്, സ്ലാക്നെസ് ഇൻ പ്രയർ. പ്രാർത്ഥിക്കുവാൻ ബന്ധിക്കപ്പെടുന്ന അനേക വ്യക്തികള് കർത്താവ് തൊട്ട് ശവിക്ക് നൽകുന്നു, വിടുതൽ നൽകുന്നു. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മന്ദത ഇപ്പോൾ മാറുന്നു, ഇപ്പോൾ മാറുന്നു. ടൈറ്റസ്, ടൈറ്റസ്. പ്രാർത്ഥിക്കാൻ വിടാതെ കെട്ടിരുന്ന കെട്ടുകൾ ഇതാ പൊട്ടുന്നു. ടൈറ്റസ്, ടൈറ്റസ്. സരോജം, സരോജം. പ്രാർത്ഥിക്കാൻ വിടാതെ നിന്നെ കെട്ടിരുന്ന മാന്ത്രിക കെട്ടുകൾ ഇതാ പൊട്ടുന്നു. ആമേ. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ട് കഴിയുന്ന അനേക കുടുംബങ്ങള് കർത്താവിട തുടർന്ന് ശുദ്ധീകരിക്കുന്നതാ, ശുദ്ധീകരിക്കുന്നതാ, ശുദ്ധീകരിക്കുന്നതാ. ഹല്ലേലൂയ. മനസ്സിലെ ചൂട്, മനസ്സിലെ ചൂട്, മനസ്സിലെ ചൂട് ഇപ്പോൾ, 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 ഇപ്പോൾ തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. എല്ലാവരും ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് സ്തോത്രം പറയുക. കൃപ, കൃപ, കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അനേകരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങി താഴെ വീഴുന്നത് പോൽ അന്ധകാര കെട്ടുകൾ, ആമേൻ, പ്രാർത്ഥിക്കാൻ വിടാതെ, ഉപവസിക്കാൻ വിടാതെ, വചനം വായിക്കാൻ വിടാതെ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ വിടാതെ കെട്ടി വച്ചിരിക്കുന്ന മൂഢത, ബന്ധനം യേശുവിൻ നാമത്തില് അഴിഞ്ഞു വീഴട്ടെ, അഴിഞ്ഞു വീഴട്ടെ, അഴിഞ്ഞു വീഴട്ടെ.
ഇപ്പോൾ നിങ്ങളത് അനുഭവിക്കുന്നു. നിങ്ങളത് അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയമായി ഒരു സ്വാതന്ത്ര്യം, ആത്മീയമായി ഒരു സ്വാതന്ത്ര്യം എല്ലാവരിലും സ്വർഗ സന്തോഷം കൊണ്ടാൻ നന്ദി പാങ്ങാൻ, സ്വർഗ സന്തോഷം കൊണ്ടാൻ നന്ദി പാങ്ങാൻ. ഇന്നാത്മമാരി കണ്ട് നിറയ്ക്കണമേ, ഇന്നാത്മമാരി കണ്ട് നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം. കരമുയരട്ടെ, കരമുയരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ എന്റെ രക്ഷകനാം യേശുവിൽ ആശ്രയിച്ചിടോ, എന്റെ രക്ഷകനാം യേശുവിൽ ആശ്രയിച്ചിടോ. ആത്മസന്തോഷം കൊണ്ടാ നന്ദി പാങ്ങാൻ, ആത്മസന്തോഷം കൊണ്ടാ നന്ദി പാങ്ങാൻ. ഇന്നാത്മമാരി അഗ്നി, 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 അഗ്നി. അല്പകാലത്തേക്കുള്ള സന്തോഷത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനേക ജഡ മനുഷ്യരെ കർത്താവ് തൊടുന്നു. കള്ളിൽ ആശ്രയിച്ച് അല്പകാലത്തേക്കുള്ള സന്തോഷം കണ്ടെത്തുന്ന അനേക സഹോദരന്മാരെ കർത്താവിനെ തൊടുന്നിട. കള്ളിൽ ആശ്രയിച്ച്, മയക്കുമരുന്നിൽ ആശ്രയിച്ച്, ഈ ലോകത്തിലെ വെറും തമാശ കാര്യങ്ങൾ ആശ്രയിച്ച്, സിനിമാശാലകളിൽ ആശ്രയിച്ച്, ദൈവവചനത്തിന് നിരക്കാത്ത മായ തന്ത്രങ്ങൾ ആശ്രയിച്ച് അല്പസുഖത്തിൽ ആശ്രയിച്ച് നരകത്തിലേക്ക് ഉറങ്ങുന്ന അനേക വ്യക്തികളെ കർത്താവ് തൊട്ട് ഇപ്പോൾ മോചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം താണിറങ്ങി വരുന്നു. ഏൽപ്പിച്ചു കൊടുക്കുക. അടിയനെ മോചിക്കണമേ, അടിയനെ മോചിക്കണമേ, അടിയനെ മോചിക്കണമേ. തൽക്കാല മോഹം, തൽക്കാല സന്തോഷം വിട്ടുവിടിഞ്ഞ് കർത്താവിൽ സന്തോഷം കണ്ടെത്തുക. അടിയനെ സഹായിക്കണമേ. നിലവിളിക്കുക സഹോദരങ്ങളെ. നോക്കി ഇരുന്നാൽ പോരാ, അലസതയോട് ഇരുന്നാൽ പോരാ. ദൈവജനം നിലവിളിച്ചാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോൽ വേറൊരു ദൈവം ഈ ഭൂമിയിൽ ഉണ്ടോ? ഇത്ര വലിയ നന്മ ചെയ്യുന്ന ഈ ഭയങ്കരനായ ദൈവത്തെ പോൽ ഇത്ര വലിയ ദൈവമുണ്ടോ? ഹല്ലേലൂയ. ആരാധിക്കുക. ദൈവ പൈതലെ, കർത്താവിൽ സന്തോഷം കണ്ടെത്തുക. ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുക. ആത്മാവിൽ സന്തോഷം കണ്ടെത്തുക. നിന്റെ വളർച്ചയ്ക്ക് വിരോധമായി, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ തലമുറ അനുഗ്രഹത്തിന് വിരോധമായി കെട്ടിയിരിക്കുന്ന കള്ളപ്പിശാചിന്റെ കെട്ടുകൾ ദൈവം എനിക്ക് തന്ന അധികാരത്തിൽ ഇപ്പോൾ മോചിക്കുന്നതാ. ക്രിസ്തുവിലുള്ള സന്തോഷം നിന്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ, നിന്നിൽ ഇറങ്ങട്ടെ, നിന്റെ ജോലിയിൽ ഇറങ്ങട്ടെ, നിന്റെ സഭയിൽ ഇറങ്ങട്ടെ, നിന്റെ പോക്കറിൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. സ്വർഗ സന്തോഷം കൊണ്ടാ നന്ദി പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാ നന്ദി പാൻ.
ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ, ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം, വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോ സന്തോഷം കൊണ്ടാണെന്റെ പാങ്ങാൻ, ആത്മസന്തോഷം കൊണ്ടാണെന്റെ പാങ്ങാൻ. എന്നാത്മമാരിക്കൊണ്ട്, എന്നാത്മമാരി, എന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്തുവിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത ഉണ്ട്. ഒരു ഹൈന്ദവ സഹോദരന്റെ സാക്ഷി നിങ്ങൾ കേട്ടതാണ്. ഹൃദയം തകർന്ന് ഇനി അല്പ ദിവസങ്ങൾ വേണമെങ്കിൽ ജീവിക്കാം. ഡോക്ടർമാർ ഒരു വലിയ സർജറിക്ക് വിധി എഴുതി 5 ലക്ഷം രൂപ ചെലവാകും. 10,000 രൂപ അഡ്വാൻസായി കെട്ടിവെച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്ത്, മനുഷ്യ, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ സൗഖ്യമാക്കും. പരിഹസിച്ചില്ല, നിന്ദിച്ചില്ല, വേണ്ടാമെന്ന് വെച്ചില്ല. എന്റെ കർത്താവിന്റെ സൗഖ്യം എനിക്ക് മതി വന്ന് മുട്ടുമടക്കി. കർത്താവിന്റെ ദാസി യേശുവിന്റെ നാമം ഉപയോഗിച്ച് ആ അന്യജാതിക്കാരന് is not a Christian, is not a Christian. യേശുവിന്റെ നാമത്തിൽ നിലവിളിച്ച്, കർത്താവേ, അങ്ങയാണ് സകലരുടെയും നിർമ്മിതാവ്, ഈ മകന് ഒരു പുത്തമ്പുട് ഹൃദയം നിർമ്മിച്ച് നൽകണമേ. യേശുവിൻ നാമത്തിൽ ഇത് നടക്കട്ടെ. God did it. God did it. യാചിച്ചതുപോലെ ദൈവം അത് ചെയ്തു. പുത്തമ്പുട് ഹൃദയം. He went back and checked up again. അവൻ ആസ്പത്രിയിൽ കടന്നുപോയി വീണ്ടും പരിശോധന ചെയ്ത് ഡോക്ടർമാർ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു, മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന രോഗം ഇന്ന് എവിടെ? ഇനി ഓപ്പറേഷന്റെ ഒരു ആവശ്യമേ ഇല്ല. യേശു സൗഖ്യമാക്കി. ഇതുപോലൊരു ദൈവം നിങ്ങളുടെ രാജ്യത്തിലുണ്ടോ? ഉണ്ടോ? ഇതുപോലൊരു രാജ്യം നിങ്ങളുടെ മതത്തിലുണ്ടോ? എന്റെ ദൈവം വലിയവൻ. അതുപോലെ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് കടന്നു വന്ന ഒരു നായർ സ്ത്രീയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടതാണ്. തന്റെ ഏക ആശ്രയം തന്റെ ജ്യേഷ്ഠത്തി. 4 പ്രൈവറ്റ് ആസ്പത്രികൾ ചികിത്സിച്ച്, 5ാമത് ഒരു മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് മരണത്തിന്റെ നാളുകൾ എണ്ണിക്കൊണ്ട് കിടന്നപ്പോൾ പ്രേയർ ഗാർഡൻസിൽ ഫോൺ ചെയ്ത് യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. സിസ്റ്റർ, യേശു ഇതോ നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുന്നു. യേശു ഇതാ നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുന്നു. യേശു നമ്മുടെ വീട്ടിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സ്റ്റേറ്റിൽ കടന്നു വന്നാൽ എല്ലാം നേരെയായി തീരും. യേശു കടന്നു പോയപ്പോൾ മരണത്തിന്റെ നാളിക എണ്ണിക്കിടന്ന സഹോദരിക്ക് സമ്പൂർണ്ണ വിടുതൽ. തന്റെ ജോലിയിൽ 2000 രൂപ കൂട്ടി ലഭിച്ച്, 2 പെൺമക്കൾ, ഒരുത്തിയെ പഠിക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ ഇരുന്നവളെ ബാങ്ക് സ്പോൺസർ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുവാനുള്ള സമ്മതപത്രം നൽകി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആണ്ടുകളായി കെട്ടിത്തീർക്കാൻ പെടാതെ ജപ്തി നോട്ടീസ് എഴുതിത്തള്ളി, ലോൺ എഴുതിത്തള്ളി ഫ്രീ ആക്കി. 5 കാര്യവും അതേ ദിവസത്തിൽ രജിസ്റ്റർ കൊടുത്ത്. ആമേൻ. അവർക്ക് ചെയ്തവൻ നിങ്ങൾക്കും ചെയ്യും. He will do it for you. മതം ജാതി നോക്കി അനുഗ്രഹിക്കുന്ന ദൈവം അല്ലവേ അല്ല. മായയായ സന്തോഷം വേണമോ? ക്രിസ്തുവിലുള്ള നിത്യ സന്തോഷം വേണമോ?
Decide it today. Decide it today. Solomon Raja எழுதுன்னு, I enjoyed everything. I enjoyed everything, result of which is vanity. ഈ ലോകത്തിൽ കാണുന്ന സുഖം ഒന്നും എന്റെ കണ്ണിന് ഞാൻ മറച്ചു വെച്ചില്ല, എന്റെ ഹൃദയത്തിന് ഞാൻ വിലക്കിയിടുമില്ല. എല്ലാം ഞാൻ അനുഭവിച്ച് കിട്ടിയത് മായ. യോബ് എഴുതുന്നു, അത് തൽക്കാല ആനന്ദം, തൽക്കാല സുഖം. യോഹന്നാൻ സുവിശേഷം 15 അധ്യായം 11 വചനം നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവ പൈതലെ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് പരിപൂർണ സന്തോഷം. അത് തന്നെ സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതുന്നു, അത് ആനന്ദ നദി. ആനന്ദ നദി. എന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം ദുഃഖം സഹിക്കാൻ പറ്റാതെ വാ തുറന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒന്ന്, എന്റെ തിരിച്ചറിവ് എനിക്ക് കിട്ടും മുമ്പ് എന്റെ പിതാവിന്റെ മരണം. 2, 2008 എന്റെ ആത്മീയ പിതാവ് ഡോക്ടർ DGSന്റെ മരണം. 3, 2009 ജനുവരിയിൽ ദൈവം എനിക്ക് ആദ്യം തന്ന എന്റെ മകൾ അഭിഷേകയുടെ മരണം. അന്ന് എന്റെ മുട്ടുകൾ ഒന്ന് വിറച്ച്, എന്റെ കാലുകളൊന്ന് ആടിപ്പോയി. ഇത് ഒരു ഭാഗത്തിൽ. മറുഭാഗത്തിൽ ആനന്ദ നദി ഒഴുകി എന്നെ ബലപ്പെടുത്തി. ആനന്ദ നദി അത് ശുശ്രൂഷയിൽ കലക്കാൻ വിടാതെ, വിശ്വാസത്തിൽ ചേരാൻ വിടാതെ, സ്വർഗത്തിൽ നിന്ന് സങ്കീർത്തനം 36:8 പ്രകാരം ആനന്ദ നദി. ആനന്ദ നദി. എത്ര പ്രതികൂലം വന്നാലും, എത്ര ദുഃഖം വന്നാലും, എത്ര പ്രയാസം വന്നാലും നിന്നെ പിടിച്ച് നിർത്തി ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കാത്തവൻ ഇന്ന് പ്രാപിച്ചിട്ട് വേണം പ്രയർ ഗാർഡൻ സങ്കടം വിട്ടുപോകുവാൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദ നദി, പരിപൂർണ സന്തോഷം. രണ്ടാമത് സന്തോഷം യോഹന്നാൻ 15:11 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പൂർണ്ണ സന്തോഷം. അല്പം സന്തോഷമല്ല, പിശുക്ക് സന്തോഷമല്ല, കർത്താവിൽ ലഭിക്കുന്ന സന്തോഷം പൂർണ്ണ സന്തോഷം. ദ ഫുൾനെസ് ഓഫ് ജോയ്. അതിൽ ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് സങ്കീർത്തനം 51:12 രക്ഷയുടെ സന്തോഷം. ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാരും ശ്രദ്ധിച്ച് ആത്മാവിൽ നിറഞ്ഞ് മനസ്സിൽ തീയോട് കേൾക്കണം. ഇങ്ങനൊരു പ്രസംഗം നീ കേൾക്കത്തില്ല, കേൾക്കുവാൻ കഴിയത്തില്ല. ഇത് ദൈവം തന്നതാണ്. ആദ്യം രക്ഷയുടെ സന്തോഷം. ദ ജോയ് ഓഫ് സൽവേഷൻ. രക്ഷയുടെ സന്തോഷം. പാപം ചെയ്യുന്നവന് സന്തോഷിക്കുവാൻ വകയില്ല. ആമേൻ. ഒരുത്തന്റെ ജീവിതത്തിൽ പാപം, കപടം, കള്ളത്തനം, കഞ്ചാവ്, ദുഷ്ടത, വെല്ലുവിളി ഉണ്ടോ, മാലിന്യമുണ്ടോ, അവന് സന്തോഷിക്കുവാൻ വഴിയില്ല. പാപത്തെ ജയിച്ചവന് അല്ലെങ്കിൽ പാപമോചനം പ്രാപിച്ചവന് മാത്രമേ സന്തോഷിക്കുവാൻ വഴിയുള്ളൂ. അതാണ് രക്ഷയുടെ സന്തോഷം. ആമേൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഈ ഭൂമിയിൽ അമ്മ പ്രസവിച്ച ആദ്യ മനുഷ്യൻ കയീൻ. ദ ഫസ്റ്റ് മാൻ എവർ ബോൺ ഫ്രം ദി വൂംബ് ഓഫ് എ വുമൻ. അമ്മ പ്രസവിച്ച ആദ്യ മനുഷ്യൻ കയീൻ. ദൈവ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ അവന്റെ സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 6 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന his countenance fell when he came to God. His countenance fell. അവന്റെ മുഖഭാവം വാടി. അവന്റെ മുഖത്തിൽ ദുഃഖം. കാരണം യോഹന്നാൻ ലേഖനത്തിൽ എഴുതുന്നു, ഇവന്റെ പ്രവൃത്തി ഒക്കെയും ദുഷ്ടതയാണ്. 1 യോഹന്നാൻ 3:12 വചനം പഠിപ്പിക്കുന്നു, ഇവൻ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവൻ. ഇവന്റെ പ്രവൃത്തി ദുഷ്ടത നിറഞ്ഞത്. ചെയ്യുന്നത് പാപം, വാങ്ങുന്നത് കൈക്കൂലി, ഇടപെടുന്നത് വേശിത്തനം, സംസാരിക്കുന്നത് ദുഷ്ടത്തനം. എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? His countenance fell.
മുഖഭാവം വാടി ദുഃഖം. ഞാൻ ആവർത്തിക്കുന്നു, പാപം ചെയ്യുന്നവന് സന്തോഷിക്കുവാൻ വകയില്ല. പാപമോചനം പ്രാപിച്ച് രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കിയ ദൈവ പൈതലിന് മാത്രമേ സന്തോഷിക്കുവാൻ വഴിയുള്ളൂ. രക്ഷയുടെ സന്തോഷം. കാരണം പ്രിയമുള്ളവരെ, പാപം, ഒരുത്തൻ പാപം ചെയ്താൽ അവന് ദൈവസന്നിധിയിൽ ധൈര്യത്തോട് വന്ന് കൂടുവാൻ കഴിയുകയേയില്ല. സംഖ്യ പുസ്തകം 14:42 വചനത്തിൽ മരുഭൂമിയിൽ നിന്ന് കർത്താവിന്റെ അഭിഷക്തൻ മോശെ നിലവിളിക്കുന്നു, നിങ്ങൾ പാപം ചെയ്തത് കൊണ്ട് ദൈവം നിങ്ങളോട് ഇല്ല. God is not with you as you sinned against him. നിങ്ങൾ പാപം ചെയ്തത് കൊണ്ട് ദൈവം നിങ്ങളോട് ഇല്ല. സംഖ്യ പുസ്തകം 14:9 നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ആശ്രയം പോയിരിക്കുന്നു. Your defense of God is cut off. Your defense is cut off since you sinned against him. രണ്ടാമത് ഐസ്യ 59:2 പാപം ചെയ്താൽ ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞുപോകും. Your fellowship with God is cut off. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സദൃശവാക്യം 5:22 വചനത്തിൻ പ്രകാരം, നീ ചെയ്ത പാപം നിന്നെ ഒരു നാൾ പിടിച്ചടക്കും. Ultimately the sin that you committed will take control of you. That means the control of God in you shall be cut off. ദൈവത്തിന്റെ നിയന്ത്രണം മാറിപ്പോകും. ദൈവത്തിന്റെ കൃപാവലയം മാറിപ്പോകും. ദൈവത്തോടുള്ള കൂട്ടായ്മ മാറിപ്പോകും. അഞ്ചാമത് യെസെക്കിയേൽ 18:4 പ്രകാരം, യെസെക്കിയേൽ 18:19 പ്രകാരം, യെസെക്കിയേൽ 18:20 പ്രകാരം, നിന്റെ അകത്തെ മനുഷ്യൻ ചെത്തുപോകും, നിത്യ ജീവൻ മരിച്ചു പോകും. യുവർ ഹോപ്പ് ഓൺ എറ്റേണൽ ലൈഫ് ഷാൽ ബി കട്ട് ഓഫ്. മൊത്തത്തിൽ പ്രിയമുള്ളവരെ, നീ പാപത്തിന് അടിമപ്പെട്ടാൽ മുഖത്തിൽ ദുഃഖം, അകത്തിൽ ദുഃഖം, മുഖം വാടിപ്പോകും. സന്തോഷം വേണമോ? ആ രക്ഷയുടെ ആനന്ദം നിത്യ ആനന്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സീരിയസ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ദൈവത്തെ കൊണ്ട് മാത്രം ഫിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു ശൂന്യത നിന്റെയും എന്റെയും ഹൃദയത്തിൽ സ്ഥാപിച്ചാണ് ദൈവം ഈ ഭൂമിയിൽ നിന്നെ ജനിപ്പിക്കുന്നത്. അത് ദൈവത്തെ കൊണ്ട് മാത്രമേ നിറയ്ക്കുവാൻ പറ്റുന്ന ശൂന്യത. വേറെ ഒരു ഘടകത്തെ കൊണ്ടും ഈ ശൂന്യത നിറച്ചാൽ നിനക്ക് സന്തോഷം കിട്ടത്തില്ല. ഇന്ന് സഭപ്രസംഗി 7:29 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങള്. ഈ ശൂന്യതയെ നിറയ്ക്കുവാൻ അനേക സൂത്രങ്ങളെ അവൻ അന്വേഷിക്കുന്നു. ആമേൻ. ഈ ശൂന്യത നിറയ്ക്കുവാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ മാർഗം ഈ ശൂന്യതയെ അല്പസുഖം, അല്പ സന്തോഷം കിട്ടുന്ന പാപപ്രവൃത്തികളാൽ അവൻ നിറയ്ക്കുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൂക്കോസ് സുവിശേഷം 19:7 വചനത്തിൽ സഖായ് എന്നുള്ള ഒരു വലിയ മനുഷ്യൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നാട്ടുകാർ സഖായിനെ വിളിച്ചത് പാപിയായ മനുഷ്യൻ. ഈസ് എ മാൻ ഓഫ് സിൻ, എ സിൻഫുൾ മാൻ, പാപിയായ മനുഷ്യൻ. പ്രിയമുള്ളവരെ, യേശു സഖായിയുടെ നാട്ടിൽ വന്നു എന്ന് സഖായി അറിഞ്ഞപ്പോൾ ലൂക്കോസ് സുവിശേഷം 19 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ ഓടി, അവൻ നെട്ടോട്ടം ഓടി. എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷ വേണം, ഈ കള്ളുകുടി മടിപിടാവേ, ഈ വേശിത്തനം മടിപിടാവേ, ഈ കൈക്കൂലി മടിപിടാവേ, ഈ കള്ളം പറച്ചൽ മടിപിടാവേ,
എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷ കിട്ടിയാൽ മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ശൂന്യയുടെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചാൽ മതി. സുബോധം കണ്ടെത്തിയവന്റെ ഓട്ടം. ആമേൻ, ഹല്ലേലൂയ. സുബോധം കണ്ടെത്തിയവന്റെ ഓട്ടം, രക്ഷ കണ്ടെത്തിയവന്റെ ഓട്ടം. അവൻ കാട്ടാത്തി മരത്തിന്റെ ഉച്ചിയിൽ കയറിയിരുന്ന്, എന്റെ നാടൻ, എന്റെ രക്ഷിതാവ്, എന്റെ ജീവൻ യേശു. കാട്ടാറ്റി മരത്തിന്റെ അടുക്കൽ വന്ന് അവൻ മുകളിലോട്ട് നോക്കി, സഖായ് വേഗം ഇറങ്ങി വാ, സഖായ് വേഗം ഇറങ്ങി വാ. He called him by name. സഖായ് വേഗം ഇറങ്ങി വാ. യേശുവിന് അവന്റെ പേര് ചൊല്ലിക്കൊടുത്തത് ആരാണ്? ആരും ചൊല്ലിക്കൊടുക്കേണ്ടാണ്. എല്ലാരെയും അവനറിയാം, എല്ലാരെയും അവനറിയാം. ഹല്ലേലൂയ. സഖായ്, യേശു അവനെ നോക്കി, സഖായ് വേഗം ഇറങ്ങി വാ. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി. ബൈബിൾ അവിടെ രേഖപ്പെടുത്തുന്ന സന്തോഷത്തോട് യേശുവിനെ കൈക്കൊണ്ട്. എപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷം കടന്നു വരും, എപ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പാപം, ദുഷ്ടത, കള്ളം, കപടത്തനം, കള്ള്, കഞ്ചാവ്, വേശിത്തനം എപ്പോൾ പുറത്തവൻ കക്കുന്നുവോ അപ്പോൾ അവന്റെ ഹൃദയത്തിൽ സന്തോഷം കടന്നു വരും. യേശു അവന്റെ വീട്ടിൽ ചെന്ന് അവനൊരു തീർമാനം എടുത്ത്. എങ്കിലും പ്രിയമുള്ളവരെ, യേശുവിന്റെ അഗ്നിയൻ കണ്ണുകൾ കാട്ടാട്ടി മരത്തിന്റെ ഉച്ചിയിൽ ഇരിക്കുന്ന സക്കയുടെ മേൽ പതിഞ്ഞ ഉടൻ തന്നെ അവന്റെ ഉള്ളിൽ നിറച്ചു വച്ചിരുന്ന പാപം, വഞ്ചന, ദുഷ്ടത എല്ലാം പുറത്തായപ്പോൾ സന്തോഷം കടന്നു വന്നു. He accepted him gladly. സന്തോഷത്തോടെ അവൻ സ്വീകരിച്ച്. എന്റെ സമ്പാദ്യം ഞാൻ ദരിദ്രർക്ക് കൊടുത്തോളാം. വല്ലതും ചതിവ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് ഞാൻ കൊടുത്തോളാമേ. അപ്പോഴാണ് കർത്താവ് ഉച്ചരിക്കുന്നത്, ഇവന്റെ വീട്ടിന് രക്ഷ, രക്ഷയുടെ സന്തോഷം.